അനാവശ്യമോ ആവശ്യവുമായ കുറേ വിവാദങ്ങൾക്ക് നടുവിലൂടെ റിലീസ് ചെയ്ത സിനിമയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സോ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രത്തിലെത്തിയിട്ടുള്ള സിനിമയായിരുന്നു അത്. നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസായപ്പോൾ, C5 റിലീസായപ്പോൾ കാണാത്തവരും ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ പടം പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പടത്തിൻ്റെ വിവാദങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിവാദങ്ങൾ ഇതിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ വിവാദങ്ങൾക്ക് ഈ സിനിമയെ ഒരു പ്രോഫിറ്റിൽ എത്തിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി, അഡ്വക്കേറ്റ് ഡേവിഡ് ആബേൽ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വരുന്നു. അനുപമ പരമേശ്വരനാണ് ജാനകിയായിട്ട് വരുന്നത്. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ദിവ്യ പിള്ളെ, ശ്രുതി രാമചന്ദ്രൻ, ബൈജു സന്തോഷ്, അഷ്കർ അലി, മാധവ് സുരേഷ്, ശോഭൈ തിലകൻ, നിഷ്ഠാർ സായിദ്, ജയൻ, പിന്നെന്താ കോട്ടയം രമേശ്, അങ്ങനെ കുറേ പേര് പോകുന്നു. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രവീൺ നാരായണനാണ്. പ്രൊഡ്യൂസേഴ്സ് ജി ഫിനാന്ത്രകുമാർ, കിരൺ സേതുരാമൻ കന്നോൾ, റൈറ്റർ പ്രവീൺ നാരായണൻ തന്നെ. സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് റെനഡീവ്, മ്യൂസിക് ഡയറക്ടർ ഗിരീഷ് നാരായണൻ. സോങ്സ് ആണ് BGM ചെയ്തിട്ടുള്ളത് ജിബ്രാൻ എന്ന് പറയുന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. എഡിറ്റർ സാംജിത്ത് മുഹമ്മദുമാണ്. ആർട്ട് ഡയറക്ടർ ക്രയോൺ ജയൻ. അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വന്നിട്ടുള്ളത് അരുൺ മനോഹർ. പ്രൊഡക്ഷൻ ഹൗസസ് കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് കാർത്തിക് ക്രിയേഷൻസ്. ഓക്കെ, ദെൻ നമ്മളുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലതൊക്കെ എസ്റ്റിമേറ്റഡ് ആണ്. അതിൻ്റെ ബ്രേക്ക് ഡൗൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ളതായിട്ട് ഇന്ന് പറയപ്പെടുന്നത് ഒരു 7 കോടി 7.5 കോടിയാണ്. ഇത് നമ്മളെല്ലാം കൂടി ആവറേജ് മിഡ് ബഡ്ജറ്റ് മലയാളം പടത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടാണ് നമ്മളിതിനെ എടുത്തിട്ടുള്ളത്. ലീഡ് ആക്ടേഴ്സ് സുരേഷ് ഗോപിക്ക് ഒരു 1.5 കോടി കൊടുത്തിട്ടുണ്ടാവാം. അത് എസ്റ്റിമേറ്റഡ് ലിസ്റ്റ് ഓഫ് റെന്യൂമിനേഷനിൽ നമ്മൾ ചെയ്തിട്ട് അത് എസ്റ്റിമേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ലീഡ് ആക്ട്രസ് അനുപമ പരമേശ്വരന് ഒരു 80 മുതൽ 90 ലാക്സ് വരെ കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ പ്രവീണിന് ഒരു 50 ലക്ഷം. മ്യൂസിക് ഡയറക്ടറിന് ഒരു 3 ലക്ഷം. അതുപോലെ തന്നെ റൈറ്റർ ആൻഡ് ഡയറക്ടറിന് 1 ലക്ഷം വന്നിട്ടുണ്ടാവും. ലൊക്കേഷൻ, സൈറ്റ്സ് ഇതെല്ലാത്തിനും കൂടിയിട്ട് 1 കോടി 70 ലക്ഷത്തിൻ്റെ അടുത്ത് സ്പെൻഡ് ആയിട്ടുണ്ടാവും. പോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റസ് 1 കോടി 10 ലക്ഷത്തിൻ്റെ അടുത്ത് സ്പെൻഡ് ആയിട്ടുണ്ടാവും. സപ്പോർട്ടിംഗ് കാസ്റ്റ് ആൻഡ് ക്രൂ ഒരു 60 ലക്ഷം. അതുപോലെ തന്നെ ലീഗൽ ആൻഡ് മിസ്ലേനിയസ് ഒരു 4 ലക്ഷം. ലീഗൽ ബാറ്റിൽസ് വിത്ത് CBFC. ഓക്കെ, ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വന്നിട്ടുണ്ടാവും 1 കോടി 20 ലക്ഷം. ട്രെയിലേഴ്സും പോസ്റ്റേഴ്സിനും കൂടിയിട്ട് ഒരു 20 ലക്ഷം വന്നിട്ടുണ്ടാവും. പ്രസ് മീറ്റ്സ് ആൻഡ് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം. ഡിജിറ്റൽ സോഷ്യൽ മീഡിയ 30 ലക്ഷം. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് 1 ലക്ഷം. ഒരു 10 ലാക്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. ഹോർഡിങ്സ്, പ്രിൻറ്റ്സ്, റേഡിയോസ് എല്ലാം കൂടിയിട്ട് ഒരു 30 ലക്ഷം. സോ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിലീസ് ഡീറ്റെയിൽസ്. തിയേറ്ററിക്കൽ റിലീസ് ജൂലൈ 17, 2025 സ്ക്രീൻസ് ഒരു 450 സ്ക്രീൻസ് ടോട്ടൽ ഉണ്ടായിരിക്കും. ഓവർസീസിൽ ഒരു 40 സ്ക്രീനും. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പാർട്ട്നേഴ്സ് കോസ്മോ എൻ്റർടൈൻമെൻറ്റ്സും റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. സർട്ടിഫൈഡ് അണ്ടർ UA. ഓക്കെ, ദെൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് ഒരു ഗ്രോസ് കളക്ഷൻ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഒരു 5 കോടി 50 ലക്ഷം. ഓവർസീസിൽ ഒരു 40 ലക്ഷം. ടോട്ടൽ 5.9 ക്രോഡ്സ്. നെറ്റ് കളക്ഷൻ അതിൽ വരുന്നത് 4.8 ക്രോഡ്സും ഓവർസീസിൽ 0.3 ക്രോഡ്സും. അതേപോലെ തന്നെ ടോട്ടൽ അപ്പോൾ വരുന്നത് 5 crore 10 lakhs ആണ് വരുന്നത്. തിയേറ്ററിക്കൽ ഷെയർ അതിനകത്തുനിന്ന് പോയിട്ടുണ്ടാവുക ഒരു 2 കോടി 75 ലക്ഷം. ഓവർസീസിൽ ഒരു 18 ലക്ഷം പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടോട്ടൽ നോക്കുമ്പോൾ 2 കോടി 93 ലക്ഷം തിയേറ്റർ ഷെയർ പോയിട്ടുണ്ടാവും. അതേപോലെ ടാക്സ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 ലക്ഷം. അതുപോലെ തന്നെ ഓവർസീസിൽ ഒരു 10 lakhs. അതുപോലെ തന്നെ ടോട്ടൽ വരുന്നത് ഒരു 8 ലാക്സിൻ്റെ അടുത്ത് 80 ലാക്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ഷെയർ അതിനകത്ത് പോകുന്നത് 1 കോടി 40 ലക്ഷം ഇന്ത്യയിൽ. ഓവർസീസിൽ ഒരു 8 ലക്ഷം. അതുപോലെ തന്നെ ടോട്ടൽ നോക്കുമ്പോൾ 1 കോടി 48 ലക്ഷം പോയിട്ടുണ്ടാവും. OTT സാറ്റലൈറ്റ്സ്. OTT എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C5 OTT പ്ലേയിലാണ് ഇത് റിലീസായിട്ടുള്ളത്. ഒരു 2.5 കോടിക്കാണ് പടം എടുത്തിട്ടുള്ളത്. സാറ്റലൈറ്റ് റൈറ്റ്സ് 1 കോടി 40 ലക്ഷം കിട്ടിക്കാണും. അതുപോലെ തന്നെ ഓഡിയോ റൈറ്റ്സ് ഒരു 16 ലക്ഷം. സോ ഓവറോൾ റവന്യൂ ആൻഡ് പ്രോഫിറ്റബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ തിയേറ്ററിലേക്ക് ഇൻകം, അതായത് തിയേറ്ററിക്കൽ, OTT, TV, ഓഡിയോ എല്ലാം കൂടിയിട്ട് ഒരു
9.96 ക്രോർസ് വന്നിട്ടുണ്ടാവും. ടോട്ടൽ എക്സ്പെൻസസ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ലീഗൽ, ടാക്സസ് ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഒരു 8.6 അതിനകത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കുമ്പോൾ ഒരു 1.36 പ്ലസ് പ്രോഫിറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ഒരു കോടിയേക്കാളും മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇത് പ്രോഫിറ്റിലാണോ നഷ്ടത്തിലായിരിക്കുമോ എന്നുള്ളത്? ഇതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രോഫിറ്റിലായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് ടീംസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.